ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ T20 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു, ഇന്ത്യ കപ്പെടുത്തു. അപ്പോൾ കപ്പെടുത്തതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ IPL ആ ഒരു ആരവത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ IPL ഈ മാസം മാർച്ച് 28 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഇക്കുറി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് ട്രേഡുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും ഞെട്ടിച്ചൊരു ട്രേഡായിരുന്നു. അപ്പോൾ IPL ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വലിയ തുകയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ട്രേഡിലൂടെ ടീമിലോട്ട് സഞ്ജു സാംസൺ എത്തിച്ചൊരു സീസൺ കൂടിയായിരുന്നു ഇത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രാജസ്ഥാൻ്റെ നെടുന്തൂണായിട്ടുള്ള സഞ്ജു സാംസൺ ഇക്കുറി ചെന്നൈയുടെ കൂടെയാണ്. പകരം രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ സാം കർൺ. അതിൽ തന്നെ രവീന്ദ്ര ജഡേജ ചെന്നൈക്കല്ലാതെ മറ്റൊരു ടീമിന് വേണ്ടി ഇതാ കളിക്കാൻ പോകുന്നു. അപ്പോൾ അത് വലിയൊരു എന്താണ്, ഇക്കുറി ജഡേജ ചെന്നൈയിലൊക്കെ ചെപ്പോക്കിലൊക്കെ വന്ന് കളിക്കുമ്പോൾ വലിയൊരു ആവേശം തന്നെയായിരിക്കും അത്. എന്തായാലും ജഡേജ വേറെ ടീമുകൾ കളിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ കളിച്ചിട്ടുണ്ട്, ടസ്കേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഗുജറാത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ട്രേഡിലൂടെ പോയി വേറൊരു ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളത് കുറച്ച് വിഷമകരമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ, നമുക്കറിയാം രാജസ്ഥാൻ സഞ്ജുവിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു സഞ്ജു സാംസണെ ഉണ്ടാക്കുന്നതിൽ രാജസ്ഥാൻ വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കിയതും അദ്ദേഹത്തിനെ ട്രസ്റ്റ് ചെയ്ത് രാജസ്ഥാൻ്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞുള്ള ഏറ്റവും സക്സസ്ഫുൾ സീസൺ സഞ്ജു ക്യാപ്റ്റനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇക്കുറി ഒരുപാട് അത്തരത്തിലുള്ള ഒരുപാട് ആവേശകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്കുറി ഈ സാല കപ്താൻ നംദേ എന്ന് പറയുന്ന ആ ഒരു കളിയാക്കലില്ലാത്ത തവണ RCB ഒരു കിരീടം അടിച്ചതിന് ശേഷമാണ് കളിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ജേഴ്സി റിവീലിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ KKRൻ്റെ ഒക്കെ ജേഴ്സി റിവീലിംഗ് പരിപാടിയിൽ അവർ 49 ആ ഒരു നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ RCB ഫാൻസ് എന്തായാലും മറക്കാൻ പറ്റില്ല 49 ഓൾ ഔട്ട്. അപ്പോൾ ടീമുകൾ തമ്മിലുള്ള ആ ഒരു ഓൺലൈൻ വാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ബാംഗ്ലൂരിൻ്റെ ഫാൻസാണ്. അപ്പോൾ അവർ എത്രത്തോളം അഗ്രസീവ് ആണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പോൾ കളി തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഓഫ്ലൈൻ വാറും കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇക്കുറി RCB തന്നെയായിരിക്കും എല്ലാവരും ഒരുപോലെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ടീം ഉണ്ടാവും. കാരണം ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് ആണ്. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. നോട്ട് ഓൺലി ബാറ്റേഴ്സ്, അവർ പഴയ സീസൺ പോലെ ബാറ്റേഴ്സ് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടീമല്ല, ബോളേഴ്സിൻ്റെ ഈക്വൽ കോൺട്രിബ്യൂഷൻ. ഫൈനലി പോലും ഒരു ബോളറായിട്ടുള്ള കൃണാൽ പാണ്ഡ്യയാണ് ബോളിംഗ് ഓൾറൗണ്ടർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പെർഫോമൻസിനാണ് ടീം കഴിഞ്ഞ വർഷം കിരീടം നേടിയത്. അപ്പോൾ എന്തായാലും ഇക്കുറി RCBക്ക് പക്ഷേ കുറച്ച് കഷ്ടമാണ് കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ ഏറ്റവും വലിയൊരു ട്രംപ് കാർഡ് എയ്സൽ വുഡ്, അതായത് എയ്സൽ ഗോഡ് എന്നൊക്കെ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഓസ്ട്രേലിയൻ ബേസർ എയ്സൽ വുഡിൻ്റെ പരിക്കും കാര്യങ്ങളും അവരെ നല്ല രീതിക്ക് അലട്ടുന്നുണ്ട്. അദ്ദേഹം എന്തായാലും പെട്ടെന്ന് തന്നെ ക്ലിയറൻസ് കിട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഒരു പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹം. പിന്നെ കഴിഞ്ഞ വർഷം എയ്സൽ വുഡിനോടൊപ്പം ബോൾ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു യഷ് ദയാൽ എന്ന് പറയുന്ന പ്ലെയർ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പോക്സോ കേസ് വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കളിക്കോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല. കളിക്കില്ല എന്ന് തന്നെയാണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടത്. അപ്പോൾ എന്തായാലും അതിലും വലിയൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും യഷ് ദയാലിൻ്റെ അവൈലബിലിറ്റിയും നമുക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ഭുവനേശ്വർ കുമാറിനോടൊപ്പം അപ്പോൾ യഷ് ദയാൽ ഇല്ലാത്ത പക്ഷം ലെഫ്റ്റ് ഹാം പേസറായിട്ടുള്ള മങ്കേഷ് യാദവ് ആയിരിക്കും മിക്കവാറും സ്ക്വാഡിൽ വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് RCBക്ക് ഉണ്ട്. പിന്നെ ബാറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ അത്രയും ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് ഉള്ളത് RCBക്ക് തന്നെയാണ്. ഇപ്പോൾ ദേവദത്ത് പടിക്കലും അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ, ഈ രണ്ട് പേരും തമ്മിൽ തന്നെ ഒരു മത്സരം ഉണ്ടായിരിക്കും ഫസ്റ്റ് ലെവലിലോട്ട് എത്താനായിട്ടുള്ള. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. ജേക്കബ് ബെത്തൽ ഓൾറെഡി വൻ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡ്, അപ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. അതിനൊപ്പം തന്നെ പട്ടിദാറും ജിതേഷ് ശർമ്മയും വിരാട് കോഹ്ലിയും പോലത്തെ ഇന്ത്യൻ പ്ലെയേഴ്സും ഫിൽ സാൾട്ടനെ പോലത്തെ ഫോറിൻ പ്ലെയേഴ്സും ടിം ഡേവിഡിനെ പോലത്തെ ഹിറ്റേഴ്സൊക്കെ ചേരുമ്പോൾ തീർത്തും ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് സൈഡ് RCBക്ക് ഉണ്ടെങ്കിൽ പോലും ബൗളിങ്ങിൽ ഈ ഒരു ചെറിയൊരു പ്രശ്നം, ചെറുതല്ല വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് RCBയെ കാര്യമായിട്ട് തന്നെ അലട്ടുന്നുണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ബൗളിങ്ങിലെ പ്രശ്നങ്ങളും പരിഹരിച്ച് കഴിഞ്ഞാൽ ചെന്നൈക്കും മുംബൈക്കും ശേഷം കിരീടം നിലനിർത്തുന്ന ടീമായിട്ട് RCB മാറും. ആ ഒരു എലൈറ്റ് കാറ്റഗറിയിലോട്ട് RCB എത്തും. അപ്പോൾ എന്തായാലും RCB അത് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വർഷവും RCBക്ക് എതിരെ തന്നെയാണ്, പേഴ്സണലി നമ്മൾ RCBക്ക് എതിരെ തന്നെയാണ്. CSK സപ്പോർട്ടാണ്. CSK എന്ന് പറയുമ്പോൾ RCBക്ക് എതിരെയാണല്ലോ ആസ് യൂഷ്വൽ. ഇപ്പോൾ മുംബൈയും നമ്മളും തമ്മിലുള്ള റിവൽറി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈക്വലായിട്ട് കാണുന്ന ആൾക്കാരാണ് മുംബൈ, നമുക്ക് ഒരു ഈക്വൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. പക്ഷേ RCB അങ്ങനെയല്ല. RCBനെ നമ്മളെപ്പോഴും ഒരു റിവൽറി ആയിട്ട് കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് സീസണായിട്ടാണ് ഒന്ന് രണ്ട് സീസണായിട്ടാണ് RCB ഒരു ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ആ ഒരു ഡൊമിനേഷൻ അവസാനിപ്പിച്ച് അവരെ
2 കളിയും തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബാക്കി ടീമുകളുടെ സ്ക്വാഡും കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പരിഹരിച്ച് വീണ്ടും നല്ല രീതിക്ക് വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.